ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ഗണിതമന്ദിരം ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പേജ് നമ്പർ 35 ബാക്കി പ്രവർത്തനങ്ങളുമായിട്ടാണ്. 2ഉം 3ഉം പ്രവർത്തനങ്ങളുണ്ട്. നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. ഓക്കെ ആണല്ലോ? രണ്ടാമത്തെ ചോദ്യം ഞാനൊന്ന് വായിക്കാം. നല്ല എളുപ്പമുള്ളതാണ്, മനക്കണക്കായിട്ട് ചെയ്യേണ്ടതാണ്. Given that 36 into 50 is equal to 540. Compute the following products in your head. അതായത് 36 × 15 എന്ന് പറയുന്നത് 540 നോക്ക. 36 ഗുണിക്കണം 15 എന്ന് പറയുന്നത് 540. എന്നിട്ട് പറയാണ് 36 ചുവടെയുള്ള ഗുണനഫലങ്ങൾ കണക്കാക്കുക. ഇതിൽ ഏതൊക്കെയാണ് ഇവിടെ ഉള്ളത്? 36 ഗുണിക്കണം 16 ഒന്നാമത്തത്. രണ്ടാമത്തത് വരുന്നത് നിങ്ങൾ നോക്കിയാൽ എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, 37 ഗുണിക്കണം 15. അടുത്തത് മൂന്നാമത്തെ വരുന്നത് 36 ഗുണിക്കണം 14. നാലാമത്തെ വരുന്നത് 35 ഗുണിക്കണം 15. ഇത് എത്രയാണെന്ന് മനക്കണക്കായിട്ട് ചെയ്യാനാ പറഞ്ഞത്. എഴുതി ഗുണിക്കാൻ പറ്റില്ല. എഴുതി ഗുണിക്കാതെ മനസ്സിൽ ചെയ്യണം. അപ്പൊ ഇത് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ മറ്റൊരു ഉദാഹരണം നിങ്ങൾക്ക് കാണിച്ചു തരാം. മനസ്സിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 11 ഗുണിക്കണം 7 എന്ന് പറയുമ്പോൾ 77. നിങ്ങൾക്കൊക്കെ അറിയാം. ഇവിടെ 12 ഗുണിക്കണം 7 എന്ന് പറയുമ്പോൾ 77നോട് ഒരു 7 കൂടെ കൂടും അല്ലെ? 77 ഗുണിക്കണം കൂട്ടണം 7 സമം 84 വരുന്നത്. 77നോട് 7 കൂട്ടി 84. അടുത്തതിൽ 12 ഗുണിക്കണ 8. ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഒരു 12 കൂടെ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ 12 ഗുണിക്കണം 7 നമുക്കറിയാം 84. അതിനോടുകൂടെ 12 കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്താണ് കിട്ടുന്നത്? 96 കിട്ടുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ 11 ഗുണിക്കണ 7 77. 12 ഗുണിക്കണ 7 ആവുമ്പോൾ ഇവിടെ ഒരു 7 കൂടെ അങ്ങോട്ട് കൂടി. അപ്പൊ നമുക്ക് 84 കിട്ടുന്നു. ഇപ്പൊ ഇവിടെ 12 ഗുണിക്കണ 8 വരുന്നത്. 8 വരുമ്പോൾ ഒരു 12 കൂടുന്നത്. അത് കൂട്ടുകാർ മനസ്സിലാക്കിയാൽ മതി. ഇനി നമുക്ക് ഈ കണക്കിലേക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന്. ഇവിടെ 36 ഗുണിക്കണം 15 540. ഇവിടെ നോക്കിയപ്പം 36 ഗുണിക്കണം 16 15 എന്നുള്ളത് 16 മാറി. അപ്പൊ ഒരു 36 കൂടുതൽ വന്നു. അപ്പൊ ഇവിടെ 540നോട് കൂടെ ഒരു 36 കൂട്ടുക. അപ്പൊ എത്ര കിട്ടും? 40 30 70 അല്ലെ? 576 കിട്ടുന്നത്. കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ എന്താണ്? ഒരു 36 കൂടുതൽ. നിങ്ങൾ നോട്ടിൽ എഴുതി വെച്ചോളാം. ഇനി അടുത്തത് 37 ഗുണിക്കണം 15. 36 ഗുണിക്കണം 15 എന്ന് പറയുന്നത് 540. അപ്പൊ ഇവിടെ 37 വന്നിരിക്കുന്നത്. അപ്പൊ ഒരു 15 കൂടുതൽ. അപ്പൊ ഇവിടെ നിങ്ങൾ എഴുതി വെക്കുക. 37 ഗുണിക്കണം 15 ഒരു 15 കൂടുതൽ വന്നു. ഏതിനേക്കാൾ? 36 ഗുണിക്കണം 15നേക്കാൾ. അപ്പൊ ഇവിടെ 540നോട് കൂടെ 15 കൂട്ടുക. അപ്പൊ നമുക്ക് എത്രയാ കിട്ടുക? 555 കിട്ടുന്നത്. ഓക്കെ ആയല്ലോ? ഇനി അടുത്തത് ഇവിടെ 36 ഗുണിക്കണം 14. ഇവിടെ നോക്കൂ, 36 ഗുണിക്കണം 15 എന്ന് പറയുന്നത് 540. അപ്പൊ ഇവിടെ 15 എന്നുള്ളത് 14 മാറി. അതായത് ഒരു 36 കുറഞ്ഞു. അപ്പൊ 540 നിന്ന് 36 കുറയ്ക്കുക. 540 നിന്ന് 30 കുറച്ചാൽ 510. 510 നിന്ന് 6 കൂടെ കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 504 കിട്ടുന്നത്. ഓക്കെ ആയല്ലോ? ഇനി അടുത്തത് 35 ഗുണിക്കണം 15. 36 ഗുണിക്കണം 15 എന്ന് പറയുന്നത് 540. അപ്പൊ 35 ഗുണിക്കണം 15 ആവുമ്പോ എന്ത് ചെയ്തു? ഇതിൽ നിന്ന് ഒരു 15 അങ്ങോട്ട് കുറഞ്ഞു. അപ്പൊ ഇതിൽ നിന്ന് 15 കുറയ്ക്കുക. 540 നിന്ന് 10 പോയാൽ 530. അതിൽ നിന്ന് ഒരു 5 കൂടെ പോയാൽ എത്രയാ വരിക? 525.
അപ്പം 36 ഗുണിക്കണം 15-നേക്കാൾ 15 കുറവ്. ഇപ്പൊ നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ നിങ്ങൾ 1-2 പ്രാവശ്യം ഒന്ന് കാണുക, കൃത്യമായിട്ട് ഇതുമായിട്ടുള്ള ഡിഫറൻസ്. ഇപ്പൊ ഇങ്ങനെയുള്ള കണക്കുകൾ ഈ പ്രാവശ്യം USSന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ ന്യൂമാത്സിന്, ക്വിസ് കോമ്പറ്റീഷനൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ പ്രതീക്ഷിക്കാം. അപ്പൊ ഇത് വളരെ നല്ലൊരു കണക്കാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പൊ നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കയറാം. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്, ഈ ചോദ്യവുമായി കണക്റ്റഡ് ആണ് അടുത്ത ചോദ്യം. നമുക്കൊന്ന് നോക്കാം അല്ലെ. ഒരു സംഖ്യയെ 16 കൊണ്ട് ഗുണിച്ചപ്പോൾ 1360 കിട്ടി. നമുക്ക് സംഖ്യ ഒന്നും അറിയില്ല, ഏതോ ഒരു സംഖ്യ, ഇതിനെ 16 കൊണ്ട് ഗുണിച്ചപ്പോൾ കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് 1360 ആണ്. എന്നിട്ട് പറയാണ് അതിന്റെ അടുത്ത സംഖ്യയെ 16 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? അപ്പൊ ഏതോ ഒരു സംഖ്യയെ 16 കൊണ്ട് ഗുണിച്ചപ്പോൾ 1360 കിട്ടിയെങ്കിൽ തൊട്ടടുത്ത സംഖ്യയെ 16 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? എത്രയാ കിട്ടുക? 1360നോട് 16 അങ്ങോട്ട് കൂട്ടുക. അപ്പൊ 1360ഉം 10ഉം 1370, ഇപ്പൊ പിന്നെ ഒരു 6ഉം കൂടെ 1376 കിട്ടുക. നോക്കൂ, നമുക്കിവിടെ സംഖ്യ അറിയോ? ഇല്ല. സംഖ്യ അറിയാതെ, സംഖ്യ വേണമെങ്കിൽ കണ്ടുപിടിക്കാല്ലേ, സംഖ്യയെ കണ്ടുപിടിക്കാതെ നമ്മൾ അതിന്റെ ആൻസർ എഴുതി. ഇതാണ് മനക്കണക്ക്. ഇനി അടുത്ത ഒരു ഭാഗം കൂടി ഉണ്ട്. അതിന് മുമ്പിലത്തെ സംഖ്യയെ 16 കൊണ്ട് ഗുണിച്ചാലോ? അപ്പൊ ഇവിടെ നോക്കൂ, അതിന്റെ മുമ്പിലത്തെ സംഖ്യയെ 16 കൊണ്ട് ഗുണിക്കുക. അപ്പൊ 1360 നിന്ന് എന്ത് ചെയ്താൽ മതി? 16 കൊണ്ട് കുറയ്ക്കുക. അങ്ങനെ കുറയ്ക്കുമ്പോൾ 1360 നിന്ന് 10 പോയാൽ 1350 ആയി. 1350 നിന്ന് 6 കൂടി അങ്ങ് പോവുക. അപ്പൊ എത്ര വരും? 1344. ഇനി നമുക്ക് വെറുതെ ഒരു രസത്തിന് സംഖ്യ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. എന്താണ്? ഏതോ സംഖ്യയെ 16 കൊണ്ട് ഗുണിച്ചപ്പോൾ 1360 കിട്ടി. അപ്പൊ സംഖ്യ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 1360നെ 16 കൊണ്ട് ഹരിക്കുക. നിങ്ങൾ എഴുതി ഹരിക്കുക, ഞാൻ എഴുതി ഹരിക്കുന്നില്ല, സമയം വെറുതെ വീഡിയോ ലെങ്ത് കൂടണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് കിട്ടിയ ആൻസർ 85 ആണ്. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. നിങ്ങൾ എഴുതി ഹരിക്കുക, കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക. മൊബൈലിലെ കാൽക്കുലേറ്ററിൽ എടുത്ത് അതും ചെയ്യാം, സ്വന്തം ചെയ്യാൻ കേട്ടോ ഏറ്റവും നല്ലത്. അപ്പൊ എനിക്ക് 85 കിട്ടി. ഇനി നമുക്ക് ഇതിലേക്ക് വീണ്ടും ഒന്ന് വരാം. 85നെ 85 ഗുണിക്കണം 16 എന്ത്? 1360. എന്നിട്ട് പറയാ തൊട്ടടുത്ത സംഖ്യയെ 16 കൊണ്ട് ഗുണിച്ചപ്പോൾ, അപ്പൊ 86 ഗുണിക്കണം 16 എത്ര കിട്ടും? 1376. പിന്നെ പറയുന്നത് തൊട്ട് മുമ്പിലത്തെ സംഖ്യയെ 16 കൊണ്ട് ഗുണിച്ചപ്പോൾ 85ന്റെ മുമ്പിലത്തെ സംഖ്യ, അപ്പൊ എത്രയാ വരിക? 84 × 16 നമുക്ക് എത്രയാ കിട്ടുക? 1344. ഇത് നിങ്ങൾ വേണമെങ്കിൽ വെറുതെ ഒന്ന് ചെയ്തു നോക്കുക. എല്ലാ കാര്യവും നമുക്കൊന്ന് തെളിവ് കണ്ടെത്തുന്നത് നല്ലതല്ലേ. എന്നിട്ട് ഇതിലേക്ക് വീണ്ടും നോക്കുക. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്ത് രസമായിട്ട് വളരെ ഭംഗിയായിട്ട് നമ്മൾ ഇതിന്റെ ആൻസർ കണ്ടെത്തി. വെറും മെന്റൽ മാത്ത്, അതായത് മനക്കണക്കിലൂടെ മാത്രം. അപ്പൊ ഇങ്ങനെയുള്ള കണക്കുകൾ നമുക്ക് വളരെ പ്രയോജനപ്രദമാണ്. ഞാനിങ്ങനെ കണക്കുകളൊക്കെ ചെയ്യുന്നത് ഈ മനസ്സിൽ ചെയ്യാനാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. എല്ലാം എഴുതി കുത്തി ഇങ്ങനെ ചെയ്യുന്നതിനേക്കാൾ എനിക്കിഷ്ടം മനക്കണക്കായിട്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് വന്നാൽ നിങ്ങൾക്കൊക്കെ എത്രയോ നന്നായിട്ട് വിജയിക്കാൻ പറ്റുന്നറിയോ. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളാണ്, അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഓക്കെ, നമുക്ക് ഇനി ബാക്കി പ്രവർത്തനങ്ങളുണ്ട്. ഇതിനെ തുടർന്ന് വരുന്ന പ്രവർത്തനങ്ങൾ അടുത്ത വീഡിയോയിൽ ചെയ്യാം. അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നത് വരെ ലവ് യു ഓൾ, ബൈ.